എഴുതാൻ പോവുക. അത് അത്ര കണ്ട് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, പക്ഷെ പല കുട്ടികളും പാസ്സാവാറുമുണ്ട്. അപ്പോൾ സാധാരണ എല്ലാവരും ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട്, കാരണം മാർച്ച് എക്സാം കഴിഞ്ഞിട്ട് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പഠിച്ച് മെയ് ഒന്ന് എക്സാം ട്രൈ ചെയ്ത് നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ എക്സാമാണ് മെയിനായിട്ട് എഴുതുക. അപ്പോൾ അവർക്ക് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഒരു 4-5 മാസം കൊണ്ട് തന്നെ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റും. ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻ്റർമീഡിയറ്റിന് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുക. ഇൻ്റർമീഡിയറ്റ് ശരിക്കും 8 months സ്റ്റഡി പീരീഡാണുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 months to 1 year ടൈം എടുക്കുക. ഇൻ്റർമീഡിയറ്റ് ബോത്ത് ഗ്രൂപ്പ്സ് പാസ്സാവുന്നു. അത് കഴിഞ്ഞ് 2 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫൈനൽ എക്സാംസ് വരെയാണ്. ഫൈനൽ എക്സാംസ് ക്ലിയർ ചെയ്യുന്നു, CA ക്വാളിഫൈ ചെയ്യുന്നു. ഇതാണ് ഫൗണ്ടേഷൻ റൂട്ട് വരിക. നേരെ മറിച്ച് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് എൻട്രി റൂട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ +2 കഴിയുന്നു, 3 വർഷം അല്ലെങ്കിൽ 3 to 4 years ഡിഗ്രി അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ എക്സംപ്റ്റഡ് ആണ്.